വിജയിക്കാൻ ചാണക്യന്റെ 7 പ്രഭാത രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധമായ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. ചാണക്യനീതി പറയുന്നു, ആരുടെ ദിവസം മികച്ച രീതിയിൽ തുടങ്ങുന്നുവോ അവന്റെ മുഴുവൻ ജീവിതവും മികച്ചതായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ 7 അതിശക്തമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ചെയ്താൽ വിജയം നിങ്ങളുടെ കാൽക്കീഴിലാകും. ഇതൊരു സാധാരണ ഉപദേശമല്ല. ഇത് നൂറ്റാണ്ടുകളായി രാജാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും വിജയിച്ച വ്യക്തികളുടെയും വിജയത്തിന്റെ രഹസ്യമായി നിലനിന്നിരുന്ന അഗാധമായ അറിവാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പടി എന്താണ്? രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. നിങ്ങളൊരു വിജയിയാണെന്ന് സ്വയം വിശ്വസിക്കുക. ഇനി ശ്രദ്ധയോടെ കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വിജയിച്ച ആളുകൾക്ക് പൊതുവായിട്ടുള്ള പ്രധാനപ്പെട്ട ശീലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ശീലമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ബിൽ ഗേറ്റ്സ്, APJ അബ്ദുൽ കലാം, സ്വാമി വിവേകാനന്ദൻ, അരിസ്റ്റോട്ടിൽ, നെപ്പോളിയൻ, ഒപ്പം ആചാര്യ ചാണക്യൻ, ഇവരെല്ലാവരുടെയും വിജയത്തിന്റെ വേരുകൾ ഒരിടത്തൊളിച്ചിരുന്നു. അവർ സൂര്യോദയത്തിനു മുൻപ് ഉണർന്നിരുന്നു. പക്ഷേ നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കും, ഈ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ഇങ്ങനെ ചിന്തിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്കൊരിക്കലും മുന്നോട്ടു പോകാൻ കഴിയില്ല. ചാണക്യൻ പറയുന്നു, സൂര്യോദയത്തിനു മുൻപ് ഉണരുന്ന വ്യക്തിക്ക് 2 കാര്യങ്ങൾ ലഭിക്കുന്നു. 1, മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം. 2, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആത്മവിശ്വാസം. ഇനി ഞാൻ നിങ്ങൾക്ക് 3 ശക്തമായ കാരണങ്ങൾ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ വിധി മാറ്റിയെഴുതാൻ കഴിയുന്നത് എന്ന്. 1. പ്രഭാത സമയം, ബ്രഹ്മമുഹൂർത്തം. ഇതിന്റെ പ്രയോജനം നേടുക. രാവിലെ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെയുള്ള സമയം ബ്രഹ്മമുഹൂർത്തം എന്നറിയപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ സമയം നിങ്ങളുടെ മനസ്സിന്റെ ഊർജ്ജം 10 മടങ്ങ് വരെ വർദ്ധിപ്പിക്കാൻ കഴിയും. മഹർഷി പതഞ്ജലി പറയുന്നു, ഈ സമയത്ത് ഉണരുന്നവന്റെ ചിന്തകൾ ദിവ്യമായിരിക്കും. അതിന്റെ അർത്ഥമെന്താണ്? അതായത് നിങ്ങൾ ഈ സമയത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ മനസ്സ് ഒരു മൂർച്ചയുള്ള വാൾ പോലെ പ്രവർത്തിക്കും. ഈ സമയത്ത് തലച്ചോറ് ഏറ്റവും ക്രിയാത്മകവും ശാന്തവുമായിരിക്കും എന്ന് ശാസ്ത്രവും സമ്മതിക്കുന്നു. ഇപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ സമയത്ത് ഉണരുന്നുണ്ടോ അതോ ഉറങ്ങുകയാണോ? ഇതുവരെ ഉറങ്ങുകയായിരുന്നുവെങ്കിൽ ഇന്നു മുതൽ മാറ്റം വരുത്തുക. 2. നേരത്തെ എഴുന്നേൽക്കുന്നവൻ തന്റെ ജീവിതത്തെ ഭരിക്കുന്നു. നിങ്ങളുടെ ജീവിതം മറ്റാരുടെയെങ്കിലും കൈകളിലായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആളുകൾ നിങ്ങളെ ആജ്ഞാപിക്കുകയും നിങ്ങളത് കേൾക്കുകയും മാത്രമായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം വളർത്തുക. നെപ്പോളിയൻ ബോണപാർട്ട് പറയുമായിരുന്നു, പ്രഭാതത്തിലെ ആദ്യത്തെ മണിക്കൂറിനെ കീഴടക്കിയവൻ മുഴുവൻ ജീവിതത്തെയും കീഴടക്കി. ഇപ്പോൾ ചിന്തിക്കുക, നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? കൂടുതൽ സമയം, കൂടുതൽ ഊർജ്ജം, കൂടുതൽ ആത്മവിശ്വാസം, ഒപ്പം നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു സുവർണാവസരം. എന്നാൽ താമസിച്ചുറങ്ങുന്നവർക്കോ? അവർ ദിവസം മുഴുവൻ അലസരായിരിക്കുന്നു. അവരുടെ മനസ്സ് മന്ദഗതിയിലാകുന്നു. അവരുടെ ചിന്ത നെഗറ്റീവായി മാറുന്നു. ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ഒരു വിജയിയാകാൻ ആഗ്രഹിക്കുന്നുവോ അതോ തോറ്റവരുടെ കൂട്ടത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവോ? 3. നേരത്തെ ഉണരുന്നവർ മാത്രമാണ് മഹാന്മാരാകുന്നത്. എല്ലാ മഹാനായ വ്യക്തികളും നേരത്തെ ഉണർന്നിരുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വാമി വിവേകാനന്ദൻ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ധ്യാനിച്ചിരുന്നു. APJ അബ്ദുൽ കലാം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് തന്റെ ദിവസത്തെ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുമായിരുന്നു. ബിൽ ഗേറ്റ്സും എലോൺ മസ്കും തങ്ങളുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലത്തിന് നൽകുന്നു. ഇപ്പോൾ ചിന്തിക്കുക, ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല? നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ 1 വർഷത്തിൽ 365 മണിക്കൂർ അധികമായി ജോലി ചെയ്യും. അതായത് 15 ദിവസം കൂടുതൽ. 1 വർഷം നിങ്ങൾ 15 ദിവസം അധികമായി കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളുടെ പുരോഗതി എത്ര വേഗത്തിലായിരിക്കും? എങ്ങനെ നേരത്തെ എഴുന്നേൽക്കാം? ചാണക്യന്റെ തന്ത്രം. നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടാകും, ഞാൻ പലതവണ ശ്രമിച്ചു, പക്ഷേ രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കേൾക്കുക, ചാണക്യനീതി അനുസരിച്ച് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം. രാത്രി നേരത്തെ ഉറങ്ങുക. നിങ്ങൾ 12 മണിവരെ ഉണർന്നിരിക്കുകയാണെങ്കിൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നത് അസാധ്യമാണ്. അതിനാൽ 10 മണിക്ക് ഉറങ്ങാൻ ശീലിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് വിഷ്വലൈസ് ചെയ്യുക. എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ രാവിലെ ഊർജ്ജസ്വലനായി എഴുന്നേൽക്കുന്നുവെന്നും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നുവെന്നും സങ്കൽപ്പിക്കുക. ഉണർന്ന ഉടൻ തണുത്ത വെള്ളം കുടിക്കുക. നിങ്ങൾ എഴുന്നേറ്റ ഉടൻ 1 ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തെ ഉടനടി സജീവമാക്കുകയും ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യും.
വിഷ്വലൈസേഷന്റെ രഹസ്യശാസ്ത്രം, മാനസിക ചിത്രീകരണം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യശാസ്ത്രം പറഞ്ഞുതരാൻ പോകുകയാണ്. വലിയ രാജാക്കന്മാർ, ശതകോടീശ്വരന്മാർ, മഹാന്മാർ എന്നിവർ അറിഞ്ഞിരുന്നതും ലോകത്തിലെ ഏറ്റവും വിജയിച്ച ആളുകൾ ഇന്നും ഉപയോഗിക്കുന്നതുമായ വിജ്ഞാനമാണിത്. ഇതിന്റെ പേരാണ് വിഷ്വലൈസേഷൻ അഥവാ മാനസിക ചിത്രീകരണം. നിങ്ങളുടെ മനസ്സിന് യഥാർത്ഥ അനുഭവവും വ്യാജ അനുഭവവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഒരു കാര്യത്തെ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും കാണുകയും അനുഭവിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മനസ്സ് അതിനെ സത്യമായി കണക്കാക്കാൻ തുടങ്ങും. മനസ്സ് അതിനെ സത്യമായി കണക്കാക്കുമ്പോൾ മുഴുവൻ പ്രപഞ്ചവും നിങ്ങളെ സഹായിക്കാൻ തുടങ്ങും. ചാണക്യൻ പറയുന്നു, തന്റെ ലക്ഷ്യം സ്വന്തം കണ്ണുകൾക്ക് മുന്നിൽ കാണാൻ കഴിയുന്നവനെ ഒന്നും തോൽപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ചിന്തിക്കുക, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് കണ്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അവിശ്വസനീയമായ ആത്മവിശ്വാസം ഉണരും. നിങ്ങളുടെ ഊർജം ഇരട്ടിയാകും. നിങ്ങളുടെ ദിവസം ഒരു യോദ്ധാവിനെപ്പോലെ ആരംഭിക്കും. വിഷ്വലൈസേഷൻ കൂടുതൽ ഫലപ്രദമാക്കാൻ കഴിയുന്ന ഒരു ശക്തമായ മാർഗം ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഘട്ടം 1. കണ്ണുകൾ അടച്ച് ദീർഘമായി ശ്വാസമെടുക്കുക. രാവിലെ എഴുന്നേറ്റ ഉടൻ കട്ടിലിൽ കിടന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ കണ്ണുകൾ അടച്ച് 3 തവണ ദീർഘമായി ശ്വാസമെടുക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങളുടെ ഉപബോധ മനസ്സുമായി ബന്ധപ്പെടാൻ സഹായിക്കുകയും ചെയ്യും. ഘട്ടം 2. നിങ്ങളുടെ ലക്ഷ്യം ഒരു സിനിമ പോലെ കാണുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സിനിമ ഓടിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടിയെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഒരു കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ആഡംബര ബംഗ്ലാവിലിരിക്കുന്നതായും ഒരു ലക്ഷറി കാർ ഓടിക്കുന്നതായും കാണുക. നിങ്ങൾ ഒരു പരീക്ഷയിൽ ഒന്നാമതെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വേദിയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങുന്നത് കാണുക. ഓർമ്മിക്കുക, നിങ്ങൾ എത്രത്തോളം വ്യക്തമായി കാണുന്നുവോ അത്രത്തോളം വേഗത്തിൽ അത് സത്യമാകും. ഘട്ടം 3. നിങ്ങളുടെ വിജയം അനുഭവിക്കുക. ഇപ്പോൾ കാണുക മാത്രമല്ല, അനുഭവിക്കുകയും ചെയ്യുക. സന്തോഷം അനുഭവിക്കുക, അഭിമാനം അനുഭവിക്കുക, വിജയത്തിന്റെ ആനന്ദം ആസ്വദിക്കുക. ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾ അഭിമാനത്തോടെ നിങ്ങളെ നോക്കുന്നു എന്ന് ചിന്തിക്കുക. നിങ്ങളിത് സത്യമായി അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇത് യാഥാർത്ഥ്യമായി കണക്കാക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ അതേ ഊർജം ഓടുകയും ചെയ്യും. ഘട്ടം 4. സ്വയം ഒരു ശക്തമായ പ്രതിജ്ഞ നൽകുക. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് സ്വയം പറയുക, ഞാൻ ഒരു വിജയിയാണ്. ഞാൻ വിജയിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ലഭിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ദിവസവും ഒരു പുതിയ ഊർജവും ആത്മവിശ്വാസവും കൊണ്ട് നിറയും. രാവിലെ ജോലി തുടങ്ങുക. വിജയത്തിന്റെ ആദ്യത്തെ മണിക്കൂർ. വിജയിച്ച ആളുകളുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രഭാതത്തിലെ ആദ്യത്തെ മണിക്കൂർ നിങ്ങളുടെ മുഴുവൻ ദിവസത്തിന്റെയും ദിശ നിശ്ചയിക്കുന്നു. നിങ്ങളിത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദിവസം മുഴുവൻ ഊർജ്ജസ്വലവും ഉൽപ്പാദനക്ഷമവുമായിരിക്കും. എന്നാൽ നിങ്ങളിത് അനാവശ്യ കാര്യങ്ങളിൽ പാഴാക്കിയാൽ ദിവസം മുഴുവൻ അലസതയും സമ്മർദ്ദവും മന്ദതയും നിലനിൽക്കും. രാവിലെ തലച്ചോറ് ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ് ഏറ്റവും സജീവമായിരിക്കും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയാണെങ്കിൽ മനസ്സ് അത് വേഗത്തിൽ സ്വീകരിക്കുകയും നിങ്ങളുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചാണക്യനീതി പറയുന്നു, ആരുടെ ആദ്യത്തെ ചുവടുവയ്പ് ശക്തമാണോ അവന്റെ യാത്ര വിജയകരമായിരിക്കും. നിങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യുകയാണെങ്കിൽ ദിവസം മുഴുവൻ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. പ്രഭാതത്തിലെ ഊർജം ഏറ്റവും ശുദ്ധമാണ്. ബ്രഹ്മമുഹൂർത്തം രാവിലെ പുലർച്ചെ 4 മണി മുതൽ രാവിലെ 6 മണിവരെ ഏറ്റവും ശക്തമായ സമയമെന്ന് പറയുന്നു. ഈ സമയത്ത് ചെയ്യുന്ന ഏത് ജോലിയും 10 മടങ്ങ് കൂടുതൽ ഫലം നൽകുന്നു. നിങ്ങളുടെ വിജയം ഉറപ്പാക്കാൻ രാവിലെയിലെ ആദ്യത്തെ മണിക്കൂർ എങ്ങനെ ചിലവഴിക്കണം? 1. മൊബൈലിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ മൊബൈൽ തുറക്കുമ്പോൾ നിങ്ങളുടെ ശക്തി ചിതറിപ്പോകുന്നു. നിങ്ങളുടെ തലച്ചോറിന്റെ എല്ലാ ശക്തിയും സോഷ്യൽ മീഡിയയിൽ പാഴാകുന്നു. അങ്ങനെ ആദ്യത്തെ അരമണിക്കൂർ വെറുതെ പോകുന്നു. അതുകൊണ്ട് ഒരു നിയമമുണ്ടാക്കുക. ഉണർന്ന ഉടൻ ആദ്യത്തെ 1 മണിക്കൂർ മൊബൈലിൽ തുടരുത്. 2. നിങ്ങളുടെ ലക്ഷ്യത്തിന്മേൽ ആദ്യത്തെ ആക്രമണം നടത്തുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉണർന്ന ഉടൻ ആദ്യം നിങ്ങളുടെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുക. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അതിനായി പ്രവർത്തിക്കുക. നിങ്ങൾ ഒരു പരീക്ഷ പാസ്സാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക. നിങ്ങൾ ഒരു നല്ല ശരീരം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം വ്യായാമം ചെയ്യുക. ഓർക്കുക, രാവിലെ ആദ്യം തന്റെ ലക്ഷ്യത്തെ പിടികൂടുന്നവനെ വിജയം പിടികൂടും. 3. മനസ്സിനെ വിജയത്തിനായി പ്രോഗ്രാം ചെയ്യുക. രാവിലെ സമയം നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. നിങ്ങൾ ഈ സമയത്ത് ശരിയായ ശീലങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് സ്വയമേവ നിങ്ങളെ വിജയിപ്പിക്കും. രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടിയെന്ന്. നിങ്ങളുടെ ലക്ഷ്യത്തിനായി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി
ഉടൻ തന്നെ ആദ്യത്തെ ചുവടുവയ്പ്പെടുക്കുക. എല്ലാ ദിവസവും സ്വയം പറയുക, ഞാൻ എന്റെ ലക്ഷ്യത്തിനുവേണ്ടി ജനിച്ചതാണ്, ഞാനത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഈ ചിന്ത നിങ്ങളെ ലോകത്തിലെ ഏറ്റവും വിജയിച്ച വ്യക്തിയാക്കി മാറ്റും. ആരോഗ്യം ഏറ്റവും വലിയ ധനം. നിങ്ങൾ ലോകത്തിലെ ഏത് വിജയിച്ച വ്യക്തിയെ നോക്കിയാലും, ഒരു ധനികനായ ബിസിനസ്സുകാരൻ, ഒരു മികച്ച അത്ലറ്റ് അല്ലെങ്കിൽ ഒരു മഹാനായ നേതാവ്, എല്ലാവരും തങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്നു. എന്തുകൊണ്ടാണ് എന്നറിയാമോ? ശക്തമായ ശരീരം സമം മൂർച്ചയുള്ള മനസ്സ്. നിങ്ങൾ ആരോഗ്യവാനായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറും വേഗത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും, കൂടുതൽ കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയും, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഒരു രോഗിക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയില്ല. ചാണക്യനീതി പറയുന്നു, രോഗമില്ലാത്ത ശരീരം ഏറ്റവും വലിയ ധനമാണ്. നിങ്ങൾ എത്ര പണം സമ്പാദിച്ചാലും ശരീരം രോഗിയാണെങ്കിൽ എല്ലാം പാഴാണ്. എന്നാൽ ശരീരം ശക്തമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്വപ്നങ്ങളും പൂർത്തിയാക്കാൻ കഴിയും. നിങ്ങളുടെ ശരീരം ശക്തവും ഊർജ്ജസ്വലവുമാക്കാൻ രാവിലെ ചെയ്യേണ്ട 7 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. 1. സൂര്യന്റെ ആദ്യ കിരണങ്ങളെ നോക്കുക. രാവിലെ എഴുന്നേറ്റ ഉടൻ ആദ്യം സൂര്യനെ നോക്കുക. പ്രയോജനങ്ങൾ: നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ശക്തിപ്പെടും, മനസ്സിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കും, വിഷാദവും ഉത്കണ്ഠയും ഇല്ലാതാകും. 2. ദീർഘമായി ശ്വാസമെടുക്കുക. ചാണക്യൻ പറയുമായിരുന്നു, ആരുടെ ശ്വാസം നിയന്ത്രണത്തിലാണോ അവന്റെ ജീവിതം നിയന്ത്രണത്തിലായിരിക്കും. രാവിലെ 10 മിനിറ്റ് ദീർഘമായി ശ്വാസമെടുക്കുന്നത് മനസ്സിനെ ശാന്തമാക്കും. ശരീരത്തിൽ ഓക്സിജൻ വർദ്ധിക്കും, ചിന്തിക്കാനുള്ള ശക്തി 10 മടങ്ങ് വർദ്ധിക്കും. 3. ശരീരം അയവുള്ളതാക്കുക. സ്ട്രെച്ചിംഗ്. രാവിലെ ശരീരം മരവിച്ചിരിക്കും. നിങ്ങൾ നേരിട്ട് വ്യായാമത്തിൽ ഏർപ്പെട്ടാൽ പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ 5 മിനിറ്റ് സ്ട്രെച്ചിങ്ങും 10 മിനിറ്റ് യോഗയും ചെയ്യുക. 4. വെള്ളം കുടിക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ 70% വെള്ളമാണ്. രാത്രി മുഴുവൻ ശരീരം നിർജ്ജലീകരണം ഡീഹൈഡ്രേറ്റ് ചെയ്യപ്പെടുന്നു. അതിനാൽ എഴുന്നേറ്റ ഉടൻ 1 ലിറ്റർ വെള്ളം കുടിക്കുക. പ്രയോജനങ്ങൾ: ശരീരത്തിലെ എല്ലാ വിഷാംശങ്ങളും പുറത്തുപോകുന്നു, തലച്ചോറ് വേഗത്തിൽ പ്രവർത്തിക്കുന്നു, ചർമ്മം തിളങ്ങാൻ തുടങ്ങുന്നു. 5. വേഗത്തിൽ നടക്കുക. വിജയിച്ച ആളുകൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുറഞ്ഞത് 20 മിനിറ്റ് വേഗത്തിൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നു. പ്രയോജനങ്ങൾ: ഹൃദയം ശക്തമാകും, ശരീരത്തിലെ മന്ദത ഇല്ലാതാകും, മാനസിക സമാധാനം ലഭിക്കും. 6. ശരീരം വിയർക്കാൻ നിർബന്ധിക്കുക. ചാണക്യനീതി പറയുന്നു, ആരുടെ ശരീരം ശക്തമാണോ അവൻ യുദ്ധത്തിൽ വിജയിക്കും. ജീവിതത്തിലെ എല്ലാ യുദ്ധങ്ങളിലും വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരത്തെയും ഒരു യോദ്ധാവാക്കി മാറ്റണം. എല്ലാ ദിവസവും രാവിലെ കുറഞ്ഞത് 30 മിനിറ്റ് ശക്തമായ വ്യായാമം ചെയ്യുക. 7. തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ഇതൊരു ഏറ്റവും ശക്തമായ ശീലമാണ്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രക്തയോട്ടം വേഗത്തിലാകും, ക്ഷീണവും മന്ദതയും ഇല്ലാതാകും, ദിവസം മുഴുവൻ ശ്രദ്ധയും ഊർജ്ജവും നിലനിർത്തും. മനസ്സിനെ സൂപ്പർ ഫാസ്റ്റാക്കുക. നിങ്ങളുടെ വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കാരണം മനസ്സാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ലോകത്തിലെ എല്ലാ കോടീശ്വരന്മാരും മഹാന്മാരും വിജയിച്ചവരും തങ്ങളുടെ മനസ്സിനെ എല്ലാ ദിവസവും മൂർച്ച കൂട്ടാൻ സമയം കണ്ടെത്തുന്നു. നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ചെറിയ തീരുമാനങ്ങൾ പോലും ശരിയായി എടുക്കാൻ കഴിയില്ല. നിങ്ങൾ പെട്ടെന്ന് ഭയപ്പെടുകയും പരിഭ്രമിക്കുകയും ചെയ്യും. സമ്മർദ്ദവും ഉത്കണ്ഠയും നിങ്ങളെ ദുർബലമാക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മൂർച്ചയുള്ളതും ശക്തവുമാക്കിയാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഓർമ്മശക്തിയും ശ്രദ്ധയും വളരെ വേഗത്തിലാകും. നിങ്ങൾക്ക് ഏത് പ്രശ്നത്തിനും ഉടനടി പരിഹാരം കണ്ടെത്താൻ കഴിയും. നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് മികച്ചതായിരിക്കും. നിങ്ങളുടെ എല്ലാ ഭയത്തെയും ബലഹീനതകളെയും നിങ്ങൾ കീഴടക്കും. നിങ്ങളുടെ മനസ്സിനെ സൂപ്പർ ഫാസ്റ്റും സൂപ്പർ പോസിറ്റീവും ആക്കാൻ എല്ലാ ദിവസവും രാവിലെ ചെയ്യേണ്ട 7 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. 1. പോസിറ്റീവ് ചിന്തയോടെ ദിവസം തുടങ്ങുക. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആദ്യത്തെ ചിന്ത പോസിറ്റീവും പ്രചോദനപരവുമായിരിക്കണം. ഇന്നത്തെ ദിവസം എനിക്ക് വളരെ വിജയകരമായിരിക്കും. എനിക്കിന്ന് മികച്ച അവസരങ്ങൾ ലഭിക്കാൻ പോകുന്നു. ഞാൻ എല്ലാ സാഹചര്യങ്ങളിലും വിജയിക്കും. 2. 5 മിനിറ്റ് ധ്യാനിക്കുക. മെഡിറ്റേഷൻ. ചാണക്യനീതി പറയുന്നു, തന്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ വിജയം നേടുന്നത്. എല്ലാ ദിവസവും രാവിലെ വെറും 5 മിനിറ്റ് കണ്ണുകൾ അടച്ച് ദീർഘമായി ശ്വാസമെടുത്ത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. ഇത് നിങ്ങളുടെ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ശക്തി പല മടങ്ങ് വർദ്ധിപ്പിക്കും. 3. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉച്ചത്തിൽ പറയുക. അഫർമേഷൻസ്. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും അത് എല്ലാ ദിവസവും രാവിലെ ഉച്ചത്തിൽ പറയുക. ഞാൻ ഉടൻ ഒരു കോടീശ്വരനാകാൻ പോകുകയാണ്. എനിക്ക് അളവില്ലാത്ത ആത്മവിശ്വാസവും ശക്തിയുമുണ്ട്.
എന്റെ എല്ലാ സ്വപ്നങ്ങളും എനിക്ക് പൂർത്തിയാക്കാൻ കഴിയും. നിങ്ങൾ എല്ലാ ദിവസവും ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനെ സത്യമായി കണക്കാക്കുകയും നിങ്ങൾക്ക് അവിശ്വസനീയമായ ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്യും. 4. നല്ല പുസ്തകങ്ങൾ വായിക്കുക. എല്ലാ ദിവസവും രാവിലെ കുറഞ്ഞത് 15 മിനിറ്റ് ഒരു നല്ല പുസ്തകം വായിക്കുക. മഹാനായ വ്യക്തികളുടെ ജീവിതകഥകൾ നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ പ്രചോദനപരമോ ബിസിനസ് സംബന്ധിയായതോ ആയ പുസ്തകങ്ങൾ വായിക്കാം. ഇത് നിങ്ങളെ വിജയത്തിലേക്ക് അടുപ്പിക്കുന്ന പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കും. 5. സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. എല്ലാ ദിവസവും രാവിലെ സ്വയം ഈ 5 ചോദ്യങ്ങൾ ചോദിക്കുക. 1. ഇന്ന് ഞാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ്? 2. ഇന്ന് എന്റെ ഏറ്റവും വലിയ മുൻഗണന എന്തായിരിക്കണം? 3. ഇന്ന് എന്നെ ദുർബലപ്പെടുത്താൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവ ഒഴിവാക്കേണ്ടതെങ്ങനെ? 4. ഇന്ന് എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുകൂടി അടുക്കാൻ എങ്ങനെ കഴിയും? 5. ഇന്ന് എന്റെ അവസാനത്തെ ദിവസമായിരുന്നുവെങ്കിൽ ഞാനിത് എങ്ങനെ ജീവിക്കുമായിരുന്നു? 6. ബ്രെയിൻ ഗെയിംസ് കളിക്കുക. രാവിലെ മനസ്സിനെ മൂർച്ച കൂട്ടാൻ പസിൽസ്, ചെസ്, റൂബിക്സ് ക്യൂബ് പോലുള്ള ഏതെങ്കിലും ബ്രെയിൻ ഗെയിം കളിക്കുക. 7. വിജയിച്ചവരുടെ ഓഡിയോ ബുക്കുകളോ പോഡ്കാസ്റ്റുകളോ കേൾക്കുക. നിങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ ഒരു വിജയിച്ച വ്യക്തിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും അതേ മനസ്ഥിതി വികസിക്കും. അലസതയെ മറികടക്കുക. ശരീരത്തെ സജീവമാക്കാനുള്ള 5 മാർഗങ്ങൾ. നിങ്ങൾ രാവിലെ ശരീരത്തെ സജീവമാക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. നിങ്ങളുടെ മനസ്സ് മന്ദഗതിയിലായിരിക്കും. നിങ്ങൾ ദിവസം മുഴുവൻ അലസനും ദുർബലനുമായി തോന്നും. നിങ്ങളുടെ ഊർജ്ജം കുറവായിരിക്കും. നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ ശരീരത്തെ സജീവമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം ദിവസം മുഴുവൻ ഉയർന്നു നിൽക്കും. നിങ്ങൾക്ക് വേഗത്തിലും മിടുക്കനായും ജോലി ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ശ്രദ്ധയും ഓർമ്മശക്തിയും മൂർച്ചയുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും വലിയ ടാസ്ക് പോലും ക്ഷീണിക്കാതെ പൂർത്തിയാക്കാൻ കഴിയും. രാവിലെ ശരീരത്തെ സജീവമാക്കാനുള്ള 5 ഏറ്റവും ശക്തമായ വഴികൾ താഴെ നൽകുന്നു. നിങ്ങളിത് പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജവും ഇച്ഛാശക്തിയും വിൽ പവർ സൂപ്പർ ഹ്യൂമനായി മാറും. 1. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക അല്ലെങ്കിൽ കുളിക്കുക. രാവിലെ ഉണർന്ന ഉടൻ മുഖത്ത് തണുത്ത വെള്ളമൊഴിക്കുക. നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും ഊർജ്ജവും വേണമെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. പ്രയോജനങ്ങൾ: മന്ദത 5 സെക്കൻഡിനുള്ളിൽ മാറും. ഊർജ്ജം 10 മടങ്ങ് വർദ്ധിക്കും. സമ്മർദ്ദവും അലസതയും ഇല്ലാതാകും. 2. 5 മിനിറ്റ് സജീവമായി പ്രവർത്തിക്കുക. ക്വിക്ക് വർക്കൌട്ട്. 2 മിനിറ്റ് കഴുത്ത്, തോളുകൾ, കൈകൾ എന്നിവയുടെ സ്ട്രെച്ചിംഗ്. 2 മിനിറ്റ് അരക്കെട്ടിന്റെയും കാലുകളുടെയും സ്ട്രെച്ചിംഗ്. 3 മിനിറ്റ് സ്ക്വാട്ടുകളും പുഷ് അപ്പുകളും. 3 മിനിറ്റ് ജമ്പിംഗ് ജാക്ക് അല്ലെങ്കിൽ സ്കിപ്പിംഗ്. പ്രയോജനങ്ങൾ: ശരീരത്തിന് ഉണർവ് വരും. മന്ദത പൂർണ്ണമായും അപ്രത്യക്ഷമാകും. തലച്ചോറ് ശ്രദ്ധ കേന്ദ്രീകരിക്കും. 3. 5 മിനിറ്റ് ദീർഘമായി ശ്വാസമെടുക്കുക. പ്രാണായാമം. രാവിലെ 5 മിനിറ്റ് ദീർഘമായി ശ്വാസമെടുക്കുന്നത് നിങ്ങളുടെ ഓക്സിജൻ ലെവൽ വർദ്ധിപ്പിക്കും. ചെയ്യേണ്ട വിധം: 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്കെടുക്കുക. 4 സെക്കൻഡ് പിടിച്ചു നിർത്തുക. 4 സെക്കൻഡ് സാവധാനം പുറത്തേക്ക് വിടുക. ഇത് 5 മിനിറ്റ് ചെയ്യുക. പ്രയോജനങ്ങൾ: മനസ്സ് ശാന്തവും ജാഗ്രതയുള്ളതുമായിരിക്കും. ശ്രദ്ധ 5 മടങ്ങ് വർദ്ധിക്കും. നെഗറ്റീവ് ചിന്ത ഇല്ലാതാകും. 4. തുറന്ന വായുവിൽ 10 മിനിറ്റ് നടക്കുക. രാവിലത്തെ പുതിയ വായുവും സൂര്യരശ്മികളും നിങ്ങളുടെ ശരീരത്തെ സ്വാഭാവികമായി സജീവമാക്കുന്നു. നിങ്ങൾ 10 മിനിറ്റ് പുറത്തു നടക്കുകയും പുതിയ വായുവിൽ ദീർഘമായി ശ്വാസമെടുക്കുകയും ചെയ്യുക. പ്രയോജനങ്ങൾ: ശരീരവും മനസ്സും പൂർണ്ണമായും ഉണരും. ശരീരത്തിൽ ഉന്മേഷവും ഊർജ്ജവും നിറയും. കണ്ണുകളുടെയും തലച്ചോറിന്റെയും സമ്മർദ്ദം കുറയും. 5. നിങ്ങളുടെ ദിവസത്തെ ആദ്യത്തെ ഗ്ലാസ് വെള്ളം കുടിക്കുക. രാവിലെ ഉണർന്ന ഉടൻ കുറഞ്ഞത് 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. നിങ്ങൾ ഇതിൽ നാരങ്ങ, തേൻ അല്ലെങ്കിൽ തുളസി എന്നിവ ചേർത്താൽ കൂടുതൽ പ്രയോജനം ലഭിക്കും. പ്രയോജനങ്ങൾ: ശരീരം ഹൈഡ്രേറ്റഡ് ആയിരിക്കും. വിഷവസ്തുക്കൾ പുറത്തുപോകും. മെറ്റബോളിസം വേഗത്തിലാകും. മന്ദത ഇല്ലാതാകും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ രാവിലത്തെ ഈ 7 കാര്യങ്ങൾ തീർച്ചയായും ചെയ്യുക. ഓർക്കുക, തന്റെ പ്രഭാതത്തെ മെച്ചപ്പെടുത്തുന്ന വ്യക്തിയുടെ വിധി സ്വയം മാറും. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ തയ്യാറാണോ? എങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ചെയ്യാൻ തുടങ്ങുക.